കടച്ചക്ക കൊണ്ട് അസാധ്യ രുചിയുള്ള ഒരു കറി. കടച്ചക്ക ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഊണിന് പറ്റിയ ഒരു ഒന്നാന്തരം ഒഴിച്ചുകറി. ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു കടച്ചക്ക വേണം. ഞാനിവിടെ ഒരുപാട് വലുതും ഒരുപാട് ചെറുതും അല്ലാത്തൊരു കടച്ചക്കയാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് തൊലിയൊക്കെ ചെത്തിയെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഇതാ ഇതുപോലെ. ഇനി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ട അരപ്പുണ്ടാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ തേങ്ങയായിരുന്നു, അതാണ് അരമുറി എടുത്തത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഒരു 5-6 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരുപാട് നേരിയതായിട്ട് അരിയണ്ട, നമുക്ക് തേങ്ങയുടെ കൂടെ ഇട്ട് വറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വട്ടം അരിഞ്ഞിടുക. ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്കിതെല്ലാം കൂടെ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. ഇപ്പോൾ അതാ നമ്മുടെ തേങ്ങയ്ക്ക് ഒരുവിധം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഇളക്കുക. അതിൻ്റെ പച്ചമണം നന്നായി മാറിക്കഴിയുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ ഈ മുളക് പൊടി ചേർത്താൽ കറിക്ക് നല്ല കളറും കിട്ടും, ഒരുപാട് എരിവും ഉണ്ടാവില്ല. അപ്പോൾ അതാ നമ്മുടെ തേങ്ങയും പൊടിയും എല്ലാം കൂടെ നന്നായി മിക്സ്ഡായി ഒരേ കളറിൽ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇത് നന്നായിട്ടൊന്ന് ആറണം, എന്നിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതാ മിക്സിയിൽ ചെറിയ ജാറിൽ 2 പ്രാവശ്യമായിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുക്കുക. ഇനി നമുക്ക് കടച്ചക്ക കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കടച്ചക്ക കഷ്ണങ്ങൾ ഇട്ടിട്ട് അതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരു 3 പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് നെടുകനെ കീറി ഇട്ട് കൊടുക്കുക. 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് അരച്ച് വെച്ച അരപ്പിൻ്റെ പകുതി അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ കടച്ചക്ക കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കടച്ചക്ക കഷ്ണങ്ങളുടെ മുകളിൽ വെള്ളം നിൽക്കാൻ പാകത്തിന് വേണം ഒഴിക്കാൻ. കടച്ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും വേണ്ട. കടച്ചക്ക വേവാൻ ഒരു 10 മിനിറ്റ് ധാരാളം മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് വേണം വേവിക്കാൻ. അപ്പോൾ നമ്മുടെ കടച്ചക്ക കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഈ പരുവത്തിന് മതി. ഇനി നമുക്ക് ഈ സമയത്ത് അതിലേക്ക് ബാക്കിയുള്ള പകുതി അരപ്പ് ചേർക്കണം. ബാക്കിയുള്ള പകുതി അരപ്പ് ഇട്ടിട്ട് നമുക്ക് എന്തോരം ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. വെള്ളം ഒഴിക്കുമ്പോൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. തിളപ്പിച്ച ആറിയ വെള്ളമോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം ഒക്കെ ഒഴിക്കാവുള്ളൂ. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് ഈ അരപ്പിലേക്ക്. ബാക്കി പകുതി അരപ്പിട്ട് നമുക്ക് ആവശ്യമുള്ള ഗ്രേവിയിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഏകദേശം 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഈ കറി അരപ്പ് ചേർത്തതായതുകൊണ്ട് തന്നെ ഇരുന്ന് കുറച്ച് കുറുകും. അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
ഈ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. ഉപ്പ് പാകം അല്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഈ കറി ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കണം. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണേ. അതുകൂടി ചേർത്തിട്ട് വേണം കറി ലാസ്റ്റ് ഇറക്കി വയ്ക്കാൻ. അതാ നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. എല്ലായിടത്തും നന്നായി തിളച്ച് കഴിഞ്ഞു. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഈ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഇളക്കിയിട്ട് വേണം കറി ഇറക്കി വയ്ക്കാൻ. ഇനി നമുക്ക് കറി താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ചുവന്നുള്ളിയും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കടുകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കുക. ഒരുപാട് കരിഞ്ഞു പോകണ്ട, നേരിയ ഒരു ബ്രൗൺ കളർ ആയാൽ മതി. അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഊണിന് പറ്റിയ അടിപൊളി കറിയാണ്. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. താങ്ക് യു.